അസ്സലാമലൈക്കും ഗൈസ്. ഭയങ്കര മടിയോട് കൂടി എഴുന്നേറ്റ ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. പക്ഷേ ഫുൾ ചാർജായി. അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന കുറേ നാളായി അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പം അതൊക്കെ കണ്ടിങ്ങനെ നോക്കി നിന്ന് കുറേ നേരം. എന്നാൽ മടിയാണെങ്കിൽ ഇങ്ങോട്ട് മാറുക, ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പൂച്ച ഓടി ഉള്ളിൽ കയറിയിട്ടുണ്ടായി. പക്ഷേ പൂച്ചേനെയൊക്കെ ഞാൻ ഓടിച്ചൊളിഞ്ഞു. ഞാൻ തന്നെ എൻ്റെ റൂമിൽ നിന്നേക്കോളാം, ആരുടെ സഹായം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പൂച്ചേനെ ഞാൻ ആദ്യം ഓടിച്ചു. എന്നിട്ട് റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി അലക്കാനുള്ള തുണികളൊക്കെ കൊണ്ടുപോയി സോപ്പ് പൊടിയിൽ മുക്കി വെച്ച് റൂമൊക്കെ തുടച്ചു, ബാത്റൂമൊക്കെ കഴുകി. ടെറസ് അടിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, അടിച്ചേക്കാം എന്ന് കരുതി അടിച്ചു വാരി. അപ്പോൾ കരടൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് അടിച്ചു വാരണ്ടെന്ന് വിചാരിച്ചേ. പക്ഷെ വാരി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അടിച്ചു വാരി നിറയെ കരട് കിട്ടി. ചുമ്മാ എൻ്റെ തൊണ്ടും തൊലിയൊക്കെയാണ്. ഉമ്മച്ചി ഒരിക്കൽ പറയണ്ടായി ടെറസ് അടിച്ചടിച്ച് താഴെ വരുമല്ലോ എന്ന്, കാരണം വാർക്ക തീർന്നിട്ടെ. അങ്ങനെ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ദാരിദ്ര്യം, കാപ്പിപ്പൊടി അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. കുലുക്കി ചാടിച്ചപ്പോഴാണെങ്കിൽ 1 കിലോ ചാടി. അപ്പോൾ ഉള്ള പാലിലേക്ക് അതങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ആ പാലാണെങ്കിൽ മൊത്തത്തിൽ പോയി. മൊത്തം ദാരിദ്ര്യമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഞായറാഴ്ച. പിന്നെ ഇത്താത്താനെ കാണാതെ വേഗം ആ പാലൊക്കെ തുടച്ചു. ഈ വീഡിയോ കാണുമ്പോൾ അവൾ കാണൂലായിരിക്കും, ശ്രദ്ധിക്കൂലായിരിക്കാം. പിന്നെ ബാക്കിയുണ്ടായിരുന്ന പാലൊക്കെ കാപ്പി പോലെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇത്താത്തയുടെ മോളിരുന്ന് പഠിക്കുകയായിരുന്നു. അവൾക്കൊരു എനർജി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ സ്നേഹത്തിൽ കൊണ്ടുപോയി കൊടുത്തതെന്നാണ് വിചാരം. പാവം. അങ്ങനെ ബാക്കി എൻ്റെ കാപ്പിയായിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് തിരിച്ച് കയറുവാണ്. തിരിച്ച് കയറി ചെന്നപ്പോൾ എൻ്റെ ഇത്താത്താടി പറഞ്ഞു എന്തായാലും ഞാൻ അലക്കി, അപ്പം നിൻ്റെയും കൂടി എടുത്തിട്ട് അലക്കിയിട്ടിടുന്നു തോന്നുന്നു. സന്തോഷമായി എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നടന്നു. അതിനുശേഷം കപ്പലണ്ടി ഉണ്ടായി, പലതരം കേക്കുകളൊക്കെ ഉണ്ടായിട്ടാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഈ കേക്കും കപ്പലണ്ടിയും മാത്രം കൂട്ടി ചായയൊക്കെ കുടിച്ചു. അവിടെ ഒരു 10 മിനിറ്റോളം ഇരുന്ന് മൊബൈൽ റീൽസൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് വേഗം പിന്നെ പണിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ താത്ത പറഞ്ഞു പത്തിരിയുണ്ട്, മുട്ടക്കറിയുണ്ട്, കഴിക്കണമെന്ന് ചോദിച്ചു. അന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ കേക്കും ചായയൊക്കെ കുടിച്ച കാരണം എനിക്ക് വലിയ വിശപ്പുണ്ടായില്ല. അതുകൊണ്ട് കുറച്ച് പത്തിരി, മുട്ട, പിന്നെ പത്തിരിയിൽ മുട്ട കറി ഒഴിച്ച് എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇറച്ചിയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പിടിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി കൊടുത്തു. ആ വീഡിയോ ഞാൻ എടുത്തില്ല, അത്ര ആത്മാർത്ഥതയെങ്കിലും കാണിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് എന്നാൽ മുറ്റം നന്നാക്കാമെന്ന് വിചാരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. ഇതുപോലെ തന്നെ കണ്ടപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നന്നാക്കി വന്നപ്പോൾ നല്ല അഴുക്കുണ്ടായിട്ടാണ്. കാരണം ഈ പ്ലാസ്റ്റിക്കുകളായിരുന്നു കൂടുതലും. അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ മുറ്റം വൃത്തിയായി ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതൊക്കെ വാരി കൂട്ടി താഴത്തേക്കിട്ട് കത്തിച്ചു. മോളിൽ ഇപ്പോൾ ഒരു ഗർഭിണിയല്ലേ, ഒന്ന് വയറ് തടവി കൊടുക്കുക, എല്ലാവർക്കും ഇല്ല ഓരോരോ ഒരു 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 ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ച് തടവി കൊടുത്തപ്പോഴാണ് ഭയങ്കര അഹങ്കാരം. അന്ന് നിനക്ക് ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് അപ്പോഴത്തേക്കും ഒരു മണിയൊക്കെ ആവാറായിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോസിൽ ഓർക്കും എപ്പോഴും തീറ്റയാണല്ലോ അത്, പക്ഷെ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഗൈസ് ഇതിൻ്റെ ഇടയിൽ. വീഡിയോ സ്പീഡിൽ പോകണമെന്നുള്ളൂ. അപ്പം ഞാൻ ആ കേക്കൊക്കെ തിന്ന് പൂച്ചയ്ക്ക് ഇച്ചിരി കൊടുത്തു. പിന്നെ വെറുതെ ഇരിക്കണ എന്തിനാന്ന് കരുതി പൂച്ചയുടെ കടയിലേക്ക് പോകാമെന്ന് കരുതി കടയിലേക്ക് ഇറങ്ങി. കുടയും വടിയൊക്കെ ആയിട്ടായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് റോട്ടിൽ ഭയങ്കര തണൽ. അപ്പുറം ഇപ്പുറം നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് നടുക്ക് കനാലൊക്കെ ഉള്ള നല്ല മനോഹരമായ റോട്ടിൽ കൂടെയായിട്ട് നമ്മൾ കടയിലേക്ക് പോകണേ. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. അതേ ആ ഉമ്മ ചെരുപ്പൊക്കെ തേക്കണുണ്ടോ, ഇങ്ങനെയൊന്നുള്ള കാഴ്ചകൾ നമ്മൾ അന്യം നിന്നുപോയ കലാരൂപമാണല്ലേ. ഈ കടവൊക്കെ കണ്ടു, അതിൻ്റെ ഉള്ളിൽ അതിമനോഹരമായ ചെറിയൊരു വീടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം ഞാൻ അവിടെയൊക്കെ നിന്നിട്ടാണ്. പിന്നെ ഈ റോഡ് ഇപ്പം കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിലും ഉണ്ടല്ലോ, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു റോഡാണ് കേട്ടോ. ഈ കുളം, ആ കനാല് ഒക്കെ നമ്മുടെ ചെറുപ്പത്തിൽ. ഇപ്പം ഞാൻ ഈ റോട്ടിൽ കൂടെ പോകുന്ന വളരെ അച്ചടക്കത്തോടെയും ഒതുക്കത്തോടെയും ശീല സ്വഭാവമൊക്കെ ആയിട്ടാണ് പോകണം. പണ്ട് ഞാൻ ഇതിലെയൊക്കെ കുത്തി മറിഞ്ഞ് കിടന്ന് ഓടി തിമിർത്ത റോഡും കനാലും കുളമൊക്കെയാണ് കേട്ടോ. ആ കുളത്തിലൊക്കെ എപ്പോഴും വരുമായിരുന്നു കൂട്ടൊക്കെ കൂടി. എന്തോരം ഒച്ച കേട്ടിട്ടുള്ള ഒച്ച എടുക്കും നമ്മൾ ഈ കുളത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ. ആളുകൾ ചിലപ്പോൾ വെള്ളത്തിൽ വീണാലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഓർത്ത് കടയിലേക്ക് വന്നപ്പോഴാണ് ഉമ്മച്ചിയും ഭയങ്കര വർത്താനം. എന്നെ കണ്ടിട്ട് യാതൊരു വിധ മൈൻഡും വാപ്പച്ചിക്ക് ഉണ്ടായില്ല. അതേ നിൻ്റെ മോള് വന്നേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ കയറി എനിക്ക് കുറച്ച് ചൂടൻ കപ്പയിറച്ചി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ തണുത്തു പോയായിരുന്നു കേട്ടോ, രാവിലെ ആയിരുന്നു ചൂട്. കപ്പയിറച്ചിയൊക്കെ കഴിച്ച് നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. ഇറച്ചി കുറവായിരുന്നെങ്കിൽ കപ്പ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഉമ്മച്ചി പറഞ്ഞു നിൻ്റെ ഒപ്പം നടന്ന് എൻ്റെ അസർ നിസ്കാരം പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഉമ്മച്ചി സ്പീഡിൽ പോണേ കേട്ടോ കാണണേ. അങ്ങനെ ഉമ്മച്ചിയുടെ പുറകെ ഞാൻ വെച്ച് പിടിച്ചു. വന്ന വഴിക്കും എനിക്ക് ആ കുളം കണ്ടിട്ട് പോരാൻ തോന്നുന്നില്ല. എനിക്ക് എന്തൊക്കെയോ ഭയങ്കര വിഷമം നിറഞ്ഞ
ഒരു സ്ഥലമൊക്കെ ആയിരുന്നു അത്. പിന്നെ അങ്ങനെയൊക്കെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷമായി. പായസം ഉണ്ടായി, കട്ട്ലേറ്റും ഉണ്ടായി. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പള്ളിയിൽ മൗലൂദായിരുന്നു, അതിന് ഇത്താത്ത പോയിട്ടുണ്ടായി. അതിന് കിട്ടിയത് എനിക്ക് കൊണ്ടുവന്ന് തന്നു, ഞാൻ കുടിച്ചു, തിന്നു. അന്ന് ഇതൊക്കെ കഴിച്ചതല്ലേ, തിന്നതല്ലേ, അന്നൊന്ന് ഇച്ചിരി നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ പൂച്ച പറഞ്ഞു എനിക്കും ഉണ്ട് കുറച്ച് വയറ്, ഞാനും നടക്കട്ടെ എന്ന്. എൻ്റെ ഒപ്പം തന്നെ എന്നെക്കാളും സ്പീഡിൽ പൂച്ചയായിട്ടാണ് നടന്നത്. അവർക്കും ഇല്ലേ ആഗ്രഹങ്ങൾ, പൂച്ചയാണെങ്കിലും അവർക്കും വയറ് കുറയണം, വണ്ണം കുറയണം എന്നൊക്കെ അവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ. നടക്കട്ടെ എന്ന് വിചാരിച്ച് പൂച്ചേനെ ഞാൻ നിരാശപ്പെടുത്തില്ല, ഒരു ചവിട്ടാട്ടം കൊടുത്തോളൂ. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ക്ഷീണിച്ചപ്പോൾ പോയി കിടന്നുറങ്ങി.